പാപ്പോ എന്നാടാ ഒരു കോളുണ്ട്. കോളോ? കർത്താവ് വലിയവരാണ് പറഞ്ഞു തീരും മുമ്പ് കോള് കൊണ്ട് വന്നേക്കും. എന്നാ അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കെൽപ്പ് തങ്ങൾക്കില്ല എന്നുകൂടി സമ്മതിച്ച് പടിയിറങ്ങേണ്ടി വരികയാണ്. ഈ തങ്ങൾക്കറിയില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല തുടങ്ങി പല അങ്ങനെ ഒരു പ്രതിരോധത്തിലേക്കും ഇനി ആരും മുതിരേണ്ട. അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. പ്രസിഡന്റായ മോഹൻലാലിനെ അതിന്റെ തലപ്പത്ത് ഇപ്പോൾ ഇരിക്കുന്ന ആളുകൾക്ക് അതിന്റെ ചുമതലയിലേക്ക് പുതിയതായി വന്ന ആളുകൾക്കൊക്കെ വ്യക്തമായിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും. ും ഒരു പ്രതിരോധത്തിനും നിലനിൽപ്പില്ലാതെ രാജിവെച്ചൊഴിയുന്നത് അതുകൊണ്ടല്ലേ ഇതിനു? ആഭ്യന്തരമന്ത്രി ശ്രീ മഹേന്ദ്രവർമ്മയും പാർട്ടി പ്രവർത്തനത്തിനു വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെയായിരുന്നു ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അന്ന് വാർത്താസമ്മേളനം നടത്തുകയും ആ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അത് ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും കിരീടത്തിലെ മോഹൻലാൽ പോണല്ലേ പാപ്പന് വിഷമായി. ജഗദീഷ് അടക്കം, ശ്വേത അടക്കം, ഉർവശി അടക്കം, അൻസിബ ഹസൻ അടക്കം സംഘടനയിലെ അംഗങ്ങൾ ഓരോരുത്തരായിട്ട് പുറത്തു വന്ന സംഘടനയ്ക്ക് സിദ്ദിഖ് തീർത്ത പ്രതിരോധം അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് മടങ്ങുമ്പോ ഞങ്ങളെ 4 പേരെയും കെട്ടിപ്പിടിച്ച് സേതു കരഞ്ഞു. കണ്ണീരോടുകൂടി യാത്ര ചോദിച്ചവൻ ഇറങ്ങിപ്പോയി. പറഞ്ഞാൽ കാര്യങ്ങളുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ട സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. ഏതായാലും പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ സിദ്ദിഖ് രാജിവെച്ചു, ലൈംഗികാരോപണത്തിൽ സിദ്ദിഖ് രാജിവെച്ചു. പക്ഷെ അദ്ദേഹം രാജിവെക്കാൻ കൂട്ടാക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ മുകേഷ് നേർക്ക് വീണ്ടും ആരോപണം ഉണ്ടാവുന്നു. ഒന്നിലധികം ആരോപണങ്ങൾ അംഗങ്ങൾക്ക് നേരെയും അതോടൊപ്പം തന്നെ ഈ ഭാരവാഹികൾക്ക് നേരെയും ഉണ്ട്. ഞങ്ങൾ അറിഞ്ഞില്ല. ഭരണസമിതി എന്നെ പിരിച്ചുവിടുക അല്ലെങ്കിൽ ഒന്നടങ്കം എല്ലാവരും രാജിവെച്ചുകൊണ്ട് ഒരു പുതിയ ഭരണസമിതി അമ്മയിൽ വരേണ്ടതുണ്ട് എന്ന കാര്യത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയത്. കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട്ട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. എനിക്ക് വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. ഇറങ്ങി പോയി.